സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും സംഘടിപ്പിച്ചു. കല്ലുവാതുക്കൽ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും ഏഷ്യയിലെ പ്രമുഖ നേത്ര ചികിത്സാ സ്ഥാപനമായ തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയുടെയും കൊല്ലം ജില്ലാ അന്ധത കാഴ്ചാവൈകല്യ നിയന്ത്രണ പരിപാടിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 51ാമത് സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും സംഘടിപ്പിച്ചു. ഞാൻ ഈ ക്യാമ്പിൽ വരാൻ കാരണമെന്ന് വെച്ചാൽ നമ്മുടെ ഒരു അയൽവാസിയുടെ കണ്ണ് 25,000 രൂപ കൊടുത്ത് എവിടെ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് അത് ശരിയായില്ല. അങ്ങനെ അങ്ങേര് ആരോ പറഞ്ഞ് ഇതേ കണക്ക് സമുദ്രതീരത്തിൻ്റെ ഒരു ക്യാമ്പ് ഇവിടെ നടക്കുന്നുണ്ട്, നല്ല വെറൈറ്റിയാണ്, അവിടെ പോയി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ എൻ്റെ കണ്ണ് മറ്റേ കണ്ണിൻ്റെ കാര്യത്തിൽ നിന്നും വിഷമം വന്ന് അങ്ങനെ സമുദ്രതീരത്തിനെ സമീപിച്ച് അങ്ങനെ ഇവിടെ കല്ലുവാതൊക്കെ വന്ന് ആ കണ്ണ് കാണിച്ചപ്പോഴത്തെ ഒരു തുള്ളി മരുന്ന് കൊടുത്ത് ആ വെട്ടൽ മാറി. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത മാസം ഞായറാഴ്ച ദിവസം വരണം, മറ്റേ കണ്ണ് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങേരെ 2 കണ്ണിനും കാഴ്ച ശക്തി തിരിച്ചു കിട്ടി. ഇപ്പം ഒരു നല്ല അങ്ങനെ ഞാൻ ചോദിച്ച് ഇതേ കണക്ക് എൻ്റെ കണ്ണും ഒന്നും കൊണ്ട് കാണിക്കണം എന്താ അതെന്ന് പറഞ്ഞ് കല്ലുവാതൊക്കെ സ്കൂളിൽ ചെന്നാൽ മതി, സമുദ്രതീരത്തിൻ്റെ ക്യാമ്പ് നടക്കുന്നുണ്ട് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ വർഷം ജാനുവരിയിൽ ഞാൻ ഇവിടെ വന്ന് എൻ്റെ വലത് കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് ഭയങ്കരമായ കാഴ്ച കിട്ടി. ഞങ്ങളെ നമസ്കരിക്കാനും എൽമുകൾ ഓതാനും ഒക്കെ നല്ല കാഴ്ച, ദൂരക്കാഴ്ച എല്ലാം എനിക്ക് അനുഭവപ്പെട്ടു വരുന്നപ്പോഴത്തേക്ക് പിന്നെ പിറ്റേ മാസം തന്നെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോഴത്തേക്ക് എനിക്ക് സാഹചര്യം കിട്ടിയില്ല. അങ്ങനെ ഞാനിതാ കഴിഞ്ഞ മാസം വീണ്ടും സമുദ്രതീരത്തെ സമീപിച്ച് എൻ്റെ ഇടത് കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം ഞാൻ കണ്ണിൻ്റെ തിരിച്ച് ക്യാമ്പിൽ ഇപ്പം വന്ന് ഇത് കണ്ണ് ഓപ്പറേഷൻ ചെയ്ത കണ്ണ് കാണിച്ച് കണ്ണാടിയൊക്കെ തരുമെന്ന് പറഞ്ഞ് തുള്ളി മരുന്ന് കറക്റ്റിന് ഞാൻ ഒഴിച്ച് ഇപ്പോൾ എനിക്ക് നല്ല കാഴ്ച തിരിച്ചു കിട്ടി. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഈ സമുദ്രതീരം ലോകം അവസാനിക്കും കാലം വരെയും സാധുക്കൾക്ക് വേണ്ടി ഒരു പ്രയോജനമുള്ള ഒരു സമുദ്രതീരമായി തീരാനും ഈ ക്യാമ്പിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അതിനുള്ളതായ തക്ക പ്രതിഫലം കിട്ടാനും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ മോനെ ദൈവം ഇത് നിലനിർത്തി തരട്ടെ. കൂടുതലും ശേഷിയുള്ളവരുമുണ്ട്, ശേഷിയില്ലാത്തവരുമുണ്ട്, തീരെ ശേഷിയില്ലാത്തവരുമുണ്ട്. 2 കണ്ണ് നഷ്ടപ്പെട്ടവർ, 1 കണ്ണ് നഷ്ടപ്പെട്ട എല്ലാവർക്കും ഇപ്പം സമുദ്രതീരത്തിൻ്റെ പ്രവാഹം പോലെ കാഴ്ച വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു കുഴപ്പമില്ലാതെ. അവിടുത്തെ സഹകരണവും ഇവിടുത്തെ സഹകരണവും എല്ലാം കൊണ്ട് മനസ്സ് കുളിർമയായി സന്തോഷത്തോടു കൂടി ഈ പ്രവർത്തനം ഇങ്ങനെ നിലനിർന്നു പോകുന്നു. എല്ലാം അതിൻ്റെ അടുക്കും ചിട്ടയോടുകൂടി നല്ല തൃപ്തി, ഒരു പോരായ്മയില്ല, ഒരു കുറവുമില്ല. വാളണ്ടിയറായാലും ശരി, വേറുള്ള ആളുകളായാലും ശരി, അവിടെ ചെന്നാലുള്ള ഇത് ഉത്തരവാദിത്തത്തോടു കൂടി ഞങ്ങളെ കൊണ്ടുപോകണു, ഉത്തരവാദിത്തത്തോടു കൂടി തിരിച്ചെത്തിക്കുന്നു. ഞങ്ങൾക്ക് ഭക്ഷണങ്ങൾ തരാൻ നേഴ്സുമാരാണെങ്കിൽ ഇങ്ങനെ ഡോക്ടർമാരും നേഴ്സുമാരും സ്നേഹിക്കുന്നവരില്ല. എത്ര പ്രൈവറ്റിൽ കയറിയാൽ അവരെയൊക്കെ ആ ഒരു പവറൊക്കെ, ഇത് യാതൊരു പവറോ ഒരു സ്നേഹത്തിന് കുറവോ ഒന്നുമില്ല. അതിൽ തന്നെ ഞങ്ങൾക്ക് കുളിർമയാവുന്ന ആ ഓപ്പറേഷൻ ചെയ്തതിൽ തന്നെ ആ ഡോക്ടർമാരെയും ആ നേഴ്സന്മാരെയും ഇതിൻ്റെ ഭാരവാഹിയുള്ള സ്നേഹവും ഈ സമുദ്രതീരത്തിൽ ഉൾപ്പെട്ടവരുടെ സ്നേഹവും മനോഹരമായ രീതിയിൽ ഞങ്ങളോട് പെരുമാറുന്നു. ഒരു കുറവും ഇല്ല, ഒരു കുറ്റവും പറയാനില്ല. ഇത് ദൈവം അനുഗ്രഹിക്കുന്ന ഒരു പ്രവർത്തനമായി തീരട്ടെ. 2024 ജൂലൈ 28 ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കല്ലുവാതുക്കൽ UP സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പ് ചെസ് ഒളിമ്പ്യാഡ് മാച്ച് റഫറി എസ് ബിജുരാജ് ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. എല്ലാവരെയും കണ്ടാൽ വളരെ സന്തോഷം. രുവൽ സിംഗ് ഏറ്റെടുത്തിരിക്കുന്ന വലിയൊരു ഉദ്യമമാണ്. അദ്ദേഹത്തിന്റെ സ്ഥാപനം പലതവണ വിസിറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു പുതിയൊരു ബിൽഡിംഗ് അവിടെ പണിയുന്നു, അമ്മമാർക്ക് വേണ്ടി അച്ഛന്മാർക്ക് വേണ്ടിയുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് ചെയ്യുന്നു. ഇപ്പം 51ാമത്തെ നേത്ര ചികിത്സാ ക്യാമ്പാണ്. അപ്പം എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് അദ്ദേഹം ഈ ഒരു യങ് ഏജിൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾക്ക് കൂട്ടു നിൽക്കുക എന്നതാണ്. അപ്പം നമുക്ക് മനസ്സുകൊണ്ട് കൂടെ നിൽക്കുക എന്നതാണ്. ഈ ഒരു പുണ്യകർമ്മത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ ഭാഗ്യമായി കരുതുന്നു. ഈ ഒരു ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു. തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് നടക്കുന്ന 44ാമത് ചെസ് ഒളിമ്പ്യാഡിന് മാച്ച് റഫറിയായി തിരഞ്ഞെടുക്കപ്പെട്ട എസ് ബിജുരാജിനും വാണി ജയറാം പുരസ്കാരം കരസ്ഥമാക്കിയ പ്രശസ്ത ഗായികയും സംഗീത സംവിധായകയും പ്രണവം സംഗീതം വിദ്യാലയത്തിലെ
പ്രഥമ അധ്യാപികയുമായ പ്രണവും ഷീല മധുവിനും സമുദ്രതീരം കൂട്ടുകുടുംബത്തിന്റെ പ്രത്യേക സ്നേഹോപഹാരം നൽകി ചടങ്ങിൽ ആദരിച്ചു. കണ്ണുകൾ എന്ന് വെച്ചാൽ നമുക്ക് അതിൽ കൂടുതലായിട്ട് നമുക്ക് കണ്ണില്ലെങ്കിൽ പിന്നെ ഒരവസ്ഥ, നമ്മുടെ കണ്ണുകളും ഒന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ ഒരു നിമിഷം ഇരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണത്. അപ്പം അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാൻ വേണ്ടി നമുക്ക് നല്ലൊരു ചികിത്സയ്ക്കായിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ റൂൽ സിംഗ് എം, സമുദ്രതീരം പ്രസിഡന്റ് ശരചന്ദ്രൻ പിള്ള, സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് രജീഷ് ആർ, അരവിന്ദ് കണ്ണാശുപത്രി ക്യാമ്പ് കോർഡിനേറ്റർ ഹേമചന്ദ്രൻ, ഡോക്ടർ അന്ന റസ്ലിൻ, ഡോക്ടർ ജയശ്രീ, ഡോക്ടർ ആര്യ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. നമ്മുടെ ഈ 51ാമത് ക്യാമ്പിന് എല്ലാ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ നമ്മൾ സമുദ്രതീരം ചാരിറ്റബിൾ ട്രസ്റ്റിന് ഒരു ഓൾഡ് ഏജ് ഹോം പ്രവർത്തിക്കുന്നുണ്ട്, സെക്കുലർ ഓൾഡ് ഏജ് ഹോം. അവിടെ നമ്മളെ 10-40 അച്ഛനമ്മമാർ അവിടെ താമസിക്കുന്നുണ്ട്. ആരോരുമില്ലാത്ത 10-40 അച്ഛനമ്മമാരെ നമ്മൾ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് ഒരു വീട്ടിലെ അന്തരീക്ഷത്തെ പോലെ തന്നെ അവിടെ നോക്കുന്നുണ്ട്. അതിന് നമ്മളെ ചെയർമാൻ എത്ര ആശംസിച്ചാലും നമുക്കത് അധികമാവത്തില്ല. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 51ാമത് നേത്രചികിത്സാ ക്യാമ്പാണ്. ഏകദേശം 8 വർഷ കാലയളവിൽ നിരവധിയായിട്ടുള്ള അച്ഛനമ്മമാർക്ക് കാഴ്ചയുടെ പുതുവെളിച്ചം നൽകാൻ ട്രസ്റ്റിന് കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തിലാണ് ട്രസ്റ്റ്. കാഴ്ച എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്ര പ്രാധാന്യമാണെന്ന്. ഒരു കാഴ്ച ഇല്ലാത്തൊരു വ്യക്തിയും കാഴ്ചയുള്ള വ്യക്തിയും എങ്ങനെയാണ് അവരുടെ ജീവിതം കൊണ്ടുപോകുന്നതെന്ന് അറിയാം. അപ്പോൾ ഒരു കാഴ്ച നൽകാനായിട്ട് സന്നദ്ധരായിട്ടുള്ള ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ആ ഒരു പ്രവൃത്തി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് തന്നെ. 700-ലധികം ആളുകൾ പങ്കെടുത്ത ക്യാമ്പിൽ നിന്ന് 155 പേരെ തിമിര ശസ്ത്രക്രിയയ്ക്കായി തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി.